ഈ കമ്പനി കള്ളക്കടത്തും ബിനാമിയും അതുപോലെ തന്നെ മറ്റുള്ള മണി ലോണ്ടറിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് പല മീഡിയകളും, പല മെയിൻ സ്ട്രീം മീഡിയകളൊന്നുമില്ല, ഇതിവിടെയുള്ള ആൾക്കാരല്ല, യൂട്യൂബേഴ്സ് എല്ലാം വളരെയധികം ശ്രമിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമായിരുന്നില്ല. ഈ കമ്പനിയിൽ ഇതിപ്പോഴുള്ള കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ ചെയർമാൻ, അദ്ദേഹത്തെ ഞാൻ അതിൽ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്ന സ്കാവഞ്ചേഴ്സ് ബർഡ്സിനെ പോലെ അല്ലെങ്കിൽ അനിമൽസിനെ പോലെ അയാളെ വേട്ടയാടുന്നത് അത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതൊരു എന്തെന്നാ പറയാൻ, ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. അതൊരു വളരെ മ്ലേച്ഛകരമായ കാര്യമായിരുന്നു. അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. ഞങ്ങള് ഒരു വിധത്തിലുള്ള കള്ളക്കച്ചവടവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഇത്രയധികം എന്താ പറയാ വിമർശിക്കാൻ, മരിച്ചു കഴിഞ്ഞ് ഇത്രയധികം വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടില് എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത്, എന്ത് തെറ്റാണ് പുള്ളി ചെയ്തത്, ആരുടെ പൈസയാണ് അല്ലെങ്കിൽ ആരുടെ ധനങ്ങളാണ് അടിച്ചു മാറ്റിയത്. അതല്ലല്ലോ അതിന്റെ കാര്യം. ഒരാൾക്ക് പോലും അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് നഗ്നസത്യം. കാരണം ഞാനിവിടെ 20 വർഷമായിട്ട് ഇവിടെയുണ്ട്. 10-12 വർഷമായിട്ട് ഞാൻ MD ആയിട്ട് ചെയ്യുന്നു, MD ആയിട്ടിരിക്കുന്നു. 2012 തൊട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഈ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ സഹ ഡയറക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോ ഞങ്ങൾക്കിവിടെ നടക്കുന്ന ഓരോ കാര്യം ചെയർമാൻ ഇടപെടാറില്ല. ഇത് സത്യത്തിൽ ഇത് ബാംഗ്ലൂർ വേറൊരു ഡിവിഷനും ഇത് കേരളം വേറൊരു ഡിവിഷനും എന്ന നിലയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ഇടപെടലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ഈ കമ്പനിയിൽ നമ്മൾക്ക് ഇവിടെ കുറച്ച് സാമ്പത്തികമായുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കും, അത് തിരിച്ചും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും കമ്പനി നടത്തിയിട്ടില്ലെന്നത് സത്യമായ കാര്യമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മനോരമയില് ഒരു ന്യൂസ് വന്നിരുന്നു. മനോരമ പ്രിന്റ് മീഡിയയില്, അവരുടെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതിലൊരു വളരെ ഉയർന്ന നിലയിലുള്ള ഒരാൾ, ഇത് രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ രണ്ടാമനായിട്ട് നിൽക്കുന്ന ഒരാള്, മന്ത്രിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം ആ മഹത് വ്യക്തി പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് പല പല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെന്റ് എടുത്തു, അതുപോലെ തന്നെ വിദേശത്തും മറ്റും ഇൻവെസ്റ്റ്മെന്റ് എടുത്തു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും അദ്ദേഹം. പക്ഷെ ഞാൻ ഇന്നും എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു. ഒരു ആളുടെ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങള് ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. ഒരാള് പോലും അങ്ങനെ നമ്മളുടെ അടുത്ത് വരാൻ ഇല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കേസുകെട്ടുകളൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയില് നമ്മളിപ്പോ പുതിയ ചെയർമാൻ ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫാക്ടറായിരുന്നു. പുള്ളി
എല്ലാ സിനിമകളും കാണും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല ഡയറക്ടേഴ്സിനും അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തത്. അങ്ങനെ ബുക്കിംഗ്, അതൊരു ഫിലിമിന് വേണ്ടി ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ, മാക്സിമം 20 ലക്ഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അതുപോലെ നമ്മൾക്ക് കാശിന് കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല.